നീ നിന്റെ അമ്മയോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആവശ്യത്തിലധികം സംസാരിക്കരുത്. നിന്നെ അവസാനം വരെ പൊന്നുപോലെ നോക്കാൻ പോകുന്നത് നിന്റെ അമ്മയാണോ അതോ നിന്റെ ഭർത്താവോ? എങ്ങനെയെങ്കിലും മാരുതി ഡൈവേഴ്സ് ചെയ്തിട്ട് വേറൊരു പെണ്ണെ കല്യാണം കഴിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളായാലും ഏതോ ഒരു പാപം കാരണം അടിമത്തത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവിന്റെ പാദങ്ങളിലേക്ക് വരൂ. യേശു ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. അവന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് നിങ്ങൾ പറയൂ, യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ ഹൃദയത്തിൽ വരണേ എന്ന് പറഞ്ഞ് വിളിക്കുക. അവൻ അതിനുവേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് വാഗ്ദത്തം നൽകിയ ഉണർവിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഉണർവ് നമ്മുടെ ദേശത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി ഓരോ വ്യക്തിയിലും ആ ഉണർവുണ്ടാകണം. രണ്ടാമതായി കുടുംബങ്ങളിൽ ഉണർവുണ്ടാകേണ്ടതാണ്. അപ്പോഴേ ആ ഉണർവ് നമ്മുടെ രാജ്യത്ത് വ്യാപകമാവുകയുള്ളൂ. കുടുംബങ്ങളിൽ ഒരു ഉണർവുണ്ടാകണം എന്നുള്ള ഉന്നതമായ ലക്ഷ്യത്തോടെയാണ് ഈ നല്ല വീട് എന്ന പരിപാടി ദൈവം മികച്ച രീതിയിൽ ആരംഭിച്ചത്. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടിയിലൂടെ ദൈവം വൻ കാര്യങ്ങളാണ് കുടുംബങ്ങളിൽ ചെയ്തു വരുന്നത്. അനേകം കുടുംബങ്ങളെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലൂടെ ദൈവം നിങ്ങളെ സമീപിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുതന്നെയായാലും ദൈവം തീർച്ചയായും അത് മാറ്റിത്തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. അങ്കിൾ, എന്താ അങ്കിൾ ഇവിടെ? നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. എന്നെ അന്വേഷിച്ചോ? അതേ മോളെ, നിന്റെ മോള് പറഞ്ഞു നീ ഹോട്ടലിലേക്ക് പോയിരിക്കുകയാണെന്ന്. അതെ അങ്കിൾ, ഒരു ഫാമിലിക്ക് കൗൺസിലിംഗ് കൊടുക്കണമായിരുന്നു. ആരും ഇത് അറിയണ്ട. ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത് പോലെ വരാൻ പറഞ്ഞു. ഇപ്പൊ അവരോട് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ. എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ വന്നത് എന്താ? വീട്ടിലേക്കും പോയിരിക്കുന്നു, ഹോട്ടലിലേക്കും വന്നിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേ മോളെ, വീണ്ടും മോക്കും മരുമോനും എന്തോ പ്രശ്നം. വീണ്ടും പ്രശ്നമായോ? അതെ, ഇപ്രാവശ്യം എന്തോ വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നത്. അങ്കിൾ എന്താ പറയുന്നേ? എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ അവള് കേൾക്കുന്നോലില്ല. പ്രശ്നം രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട്. മാലതിയോട് ആദ്യം സംസാരിക്കണം. ഇപ്പൊ മാലതി എവിടെയാ ഉള്ളേ? അവള് ഞങ്ങളുടെ വീട്ടിലാ ഉള്ളത്. ദേഷ്യപ്പെട്ട് അവള് ഞങ്ങളുടെ വീട്ടിലോട്ടേക്ക് വന്നു മോളെ. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിള് വിഷമിക്കണ്ടെന്നേ, എല്ലാം ശരിയാകും. വീട്ടിൽ വെച്ച് മാലതിയോട് സംസാരിച്ചാ അതത്ര ശരിയാവില്ല. അങ്കിളിനൊന്ന് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അതെങ്ങനെ? എങ്ങനെ മോളെ അങ്ങനൊക്കെ പറ്റുന്നേ? അതും നിന്നോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞാ അവള് ചിലപ്പോ ഓരോന്ന് സംശയമാ. ഞാൻ വീട്ടിലേക്ക് വരാം, പക്ഷേ
വീട്ടിലവർ രണ്ടുപേരും ഉണ്ടാവില്ലേ? ഈ കാര്യത്തില് തനിച്ച് സംസാരിച്ചാലേ ശരിയാവുള്ളൂ അങ്കിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി മോളെ, ഞാൻ ശ്രമിച്ചു നോക്കാം. നീയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി അങ്കിൾ, ആ ഞാനും പ്രാർത്ഥിക്കാം. ശരി. അങ്കിള് വിഷമിക്കാതെ പൊയ്ക്കോളൂ. ആ ശരി മോളെ, ഞാൻ പോവാ. ശരി. എന്താ മാലതി, ഈയിടെയായിട്ട് അമ്മയുടെ കൂടെ തന്നെ താമസിക്കുന്നത് എന്താ? ചുമ്മാ വന്ന ചേച്ചി. ചുമ്മാതെയാണോ അതോ വല്ല വിശേഷമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. അപ്പൊ നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? നിന്റെ ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നമായോ? അല്ല മാലതി, നിന്റെ ഭർത്താവിനെ കണ്ടില്ല, നിന്നെ മാത്രമാണ് അവിടെ കണ്ടത്, അതുകൊണ്ട് ചോദിച്ചതാ. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ശരിയാകണം. അല്ലെങ്കിൽ അത് ശരിയാകാൻ ബുദ്ധിമുട്ടാ കേട്ടോ മാലതി. മാലതി, മാലതി. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നടാ? കുഴപ്പമൊന്നുമില്ലടാ. നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. നീ ഇനി വേറെ വല്ല കൊളുത്തും കയറി പിടിച്ചിട്ടുണ്ടോ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ലടാ. ഇത് ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറയുന്നതാ. നീ ആദ്യം നിന്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്ക്. പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? എന്തിനു പറയുന്നു? എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. പ്രശ്നം കൂടുതൽ വഷളാവാതെ നോക്കണം. കാര്യങ്ങൾ കൂടുതൽ പുകഞ്ഞു വന്നാൽ വീടിന്റെ കാര്യം പിന്നെ പോക്കാം, അതോർത്തോ. ആ ചായ കുടിക്ക്, തണുത്തുകൊണ്ട. ചേച്ചി, ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് തെറ്റാണെന്നല്ലേ പറയാൻ പോകുന്നത്, അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്ക് ചേച്ചിയോട് ബഹുമാനമുണ്ട്. അതുകൊണ്ടാ അച്ഛൻ വിളിച്ചുകൊണ്ട് ഞാൻ വന്നത്. പക്ഷെ മറ്റുള്ളവരെ പോലെ തന്നെ ചേച്ചിയും പറയില്ലെന്നാ എനിക്ക് തോന്നുന്നേ. നിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യാൻ പോവാണെന്ന് ആരാ പറഞ്ഞത്? വാ, ആദ്യം അവിടെ വന്നിരിക്കെ. നിന്നോട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പരിചയത്തിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തില് സുന്ദരിയായ ഒരു പെൺകുട്ടി. എല്ലാരും മൂക്കിൽ വിരൽ വെക്കുന്ന വിധം അവളുടെ വിവാഹവും കഴിഞ്ഞു. സൽസ്വഭാവിയായ ഭർത്താവ്. 2 പേരും വളരെ സന്തോഷത്തോടെയാ ജീവിച്ചത്. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ അമ്മ മകൾക്ക് സ്വന്തം കാശുകൊണ്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട്, നിനക്ക് ഞാൻ റീചാർജ് ചെയ്തു തരാം, അമ്മയോട് നിനക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കാൻ തുടങ്ങി. സ്വസ്ഥതയുണ്ടായിരുന്ന വീട്ടിൽ പ്രശ്നങ്ങൾ ഓരോന്നായി തലപൊക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി. ആവശ്യമില്ലാതെ ആ അമ്മ അതിൽ ഇടപെട്ടു. ആ ഭർത്താവ് എന്തു പറഞ്ഞെന്നോ? നിന്റെ അമ്മയോട് സംസാരിക്കുന്നോണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ? ഒരു കാര്യം ചെയ്യ, നീ അമ്മയുടെ കൂടെ തന്നെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞു. അവളും ദേഷ്യപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? ഇന്നും അവള് അവളുടെ അമ്മയുടെ കൂടെയാ താമസിക്കുന്നത്. ആ ഭർത്താവ് വേറെ ഒരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മയും അവളോട് സംസാരിക്കുന്നേയില്ല. കഴിഞ്ഞ ആഴ്ച ആ പെൺകുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇത് ഞാൻ എന്തുകൊണ്ടാ പറയുന്നെന്നോ? മാലതി, ബൈബിളിൽ പറയുന്നുണ്ട്, അല്ലയോ കുമാരി കേൾക്ക, നിന്റെ പിതൃഭവനത്തെ മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുമെന്ന്. നീ നിന്റെ അമ്മയോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ആവശ്യത്തിലധികം സംസാരിക്കരുത്. നിന്നെ അവസാനം വരെ പൊന്നുപോലെ നോക്കാൻ പോകുന്നത് നിന്റെ അമ്മയാണോ അതോ ഭർത്താവോ?
നിന്റെ അമ്മ നിന്നോട് എന്താ പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ധാരാളം കുടുംബങ്ങളിൽ ഇന്ന് അമ്മ മകൾക്ക് തെറ്റായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. മാലതി, ബുദ്ധിയോടെ പെരുമാറാൻ നോക്ക്. വീടിനെ കാത്തു സൂക്ഷിക്കേണ്ട നീ തന്നെ വീടിനെ തകർക്കരുത് മാലതി. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാ നീ അതിന് സമ്മതിക്കോ? ചേച്ചി, എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഞാനിപ്പൊ തന്നെ ഏട്ടനെ പോയി കണ്ടോളാം. കരയരുത് മാലതി, എല്ലാം ശരിയാകും. നിന്റെ ഭർത്താവ് നിന്നെ മനസ്സിലാക്കും. ശരി, വാ നമുക്ക് പോവാം. നീ ഇനി വേറെ വല്ല കൊളുത്തും കയറി പിടിച്ചിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും മാരുതി ഡൈവേഴ്സ് ചെയ്തിട്ട് വേറൊരു പെണ്ണെ കല്യാണം കഴിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? ഇത് തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി തയ്യാറായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു. നല്ല വീടെന്ന ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നിന്റെ പിതൃഭവനത്തെ മറക്ക എന്ന തലക്കെട്ടിലുള്ള വേദവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിന്റെ പിതൃഭവനത്തെ മറക്ക എന്നാണ് ബൈബിളിൽ സങ്കീർത്തനങ്ങൾ 45-ാം അധ്യായം 10-ാം വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും എന്ന് കർത്താവ് അബ്രാമിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെല്ലാം നിന്റെ പിതൃഭവനത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിന്റെ പിതൃഭവനത്തെ മറക്കുക എന്നെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഹോവ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ പിതൃഭവനത്തെ മറന്നു കളയണോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടായേക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചാലേ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയുള്ളോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയേക്കാം. എന്നാൽ ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ സ്വന്തം പിതാവിന്റെ വീട്ടിലാണ് ജനിക്കുന്നത്. പിന്നീട് ജീവിതത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അയാളുടെ വിവാഹം നടക്കുമ്പോൾ. ആ ഒരു സമയത്താണ് അവൻ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്നോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വചനം നാം വായിച്ചു നോക്കിയാൽ, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പോൾ ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ആ കുടുംബത്തെ വിട്ടുപിരിഞ്ഞ് വരേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീയും തന്റെ അപ്പനമ്മമാരെ വിട്ട് തന്റെ ഭർത്താവിനോടൊപ്പം ഉള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു പുതിയ കുടുംബജീവിതവും പുതിയ ബന്ധുക്കളുമായിട്ടുമുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ വരന്റെ ജീവിതം വേറെയാണ്, ആ വധുവിന്റെ ജീവിതം വേറെയാണ്. രണ്ടുപേരും വ്യത്യസ്തമായ ചുറ്റുപാടുകളിലാണ് വളർന്നതെങ്കിലും അവർ ഒരു കുടുംബമായിട്ട് ചേരുമ്പോൾ അവർക്ക് അഭിപ്രായങ്ങളും ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പല ചുറ്റുപാടുകളിൽ വളർന്നു വന്ന അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്.
അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നു. അപ്പോൾ ആ പഴയ ജീവിതം, ആ പിതൃഭവനത്തിലുള്ള ജീവിതം ഓർത്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പുതിയ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചെന്ന് വരില്ല. ഞാനിപ്പോൾ ഒരു സംഭവം പറയാം. ഒരു പുരുഷനും സ്ത്രീയും കൂടി അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. അവരുടെ ആ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. അവളുടെ ഭർത്താവ് ജോലിക്ക് പോയി, തന്റെ മക്കളും സ്കൂളിൽ പോയിരുന്നപ്പോൾ അവൾ ആ വീടും കുടുംബവും വിട്ട് ഇറങ്ങിപ്പോയി. ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങി. ജോലി കഴിഞ്ഞ് ആ ഭർത്താവ് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവളെ കാണാനില്ല. അവൾ എവിടെയോ ഇറങ്ങിപ്പോയി. ഉടനെ അയാൾ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നു. അവളെ അയാൾ തേടുകയാണ്. അവളെ അയാൾക്ക് കിട്ടിയതേയില്ല. പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നു. പല ആൾക്കാരോടും ചെന്ന് അന്വേഷിച്ചു നോക്കി. പക്ഷേ അവളെ കണ്ടുകിട്ടിയില്ല. ആ സ്ത്രീ എന്താണ് ചെയ്തത്? പലരുമായിട്ടും അവൾ തെറ്റായ ബന്ധം പുലർത്തി. പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് അവൾ വന്നു. അവൾ അവിടെ വന്ന ഉടനെ അവളുടെ ഭർത്താവിനെ ഞങ്ങൾ വിവരമറിയിച്ചു. ഉടനെ ആ ഭർത്താവ് പറഞ്ഞു, അവൾ അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് ആ ഭർത്താവ് അവിടേക്ക് വന്നു. ഈ ഭാര്യയോട് ഞങ്ങൾ സംസാരിച്ചു. നിന്റെ ഭർത്താവ് നിന്നെ നല്ല രീതിയിൽ നോക്കിയതല്ലേ? നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നില്ലേ? നിനക്ക് നല്ല മക്കളുമുണ്ട്. നീ എന്തിനാണ് കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി വന്നത് എന്ന് ഞങ്ങൾ അവളോട് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, ഞാനൊരു അപരാധിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി നിന്റെ ഭർത്താവ് വന്നാൽ എങ്ങനെ അയാൾ നിന്നെ സ്വീകരിക്കും? എങ്ങനെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും? എങ്ങനെ അയാൾ നിന്നെ സ്വീകരിക്കും? അയാൾ സ്വീകരിക്കുമോ? നിന്റെ ജീവിതം താറുമാറായില്ലേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അവൾ ഉത്തരം പറയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, അവളുടെ ഭർത്താവ് അടുത്ത ദിവസം വന്നു. അയാൾ ഭാര്യയോട് സംസാരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആ സഹോദരനുമായിട്ട് സംസാരിച്ചു. അറിയാതെ തെറ്റ് ചെയ്തു പോയി, നിങ്ങൾ ഇവളെ എങ്ങനെയെങ്കിലും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അവളാണെങ്കിൽ അടുത്തുള്ള മുറിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിനെ നേരിടാൻ കഴിയാതെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അല്പനേരം ആ ഭർത്താവിനോട് സംസാരിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭർത്താവിനെ ഏൽപ്പിച്ചു. അവൾ അയാളുടെ അടുത്ത് വന്ന ഉടനെ ആ ഭർത്താവിന്റെ പാദങ്ങളിൽ 2 കാലുകളിലും കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. അയ്യോ, എന്നെ വേണ്ടെന്നു പറയരുത്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ മഹാ അപരാധിയാണ്, എന്നെ വേണ്ടെന്നു മാത്രം പറയരുത്, എന്നെ സ്വീകരിക്കണം, ഞാൻ വീട്ടിലേക്ക് വന്ന് ഞാൻ ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചില്ലെങ്കിൽ പോലും ഒരു ജോലിക്കാരിയായി കരുതിയെങ്കിലും എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണമെന്ന് പറഞ്ഞ് ആ സ്ത്രീ നിലവിളിച്ച് കരഞ്ഞു. കുറച്ചു നേരമായിട്ട് ആ ഭർത്താവ് ഇങ്ങനെ സ്തംഭിച്ചുപോയി നിൽക്കുകയാണ്. കുറെ നേരം അവൾ കരഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, ശരി, എഴുന്നേൽക്ക്, പോകാം എന്നു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായി തന്റെ ഭർത്താവിനോടൊപ്പം അവൾ ആ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ വളരെ സന്തോഷത്തോടുകൂടി നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അവൾ ആ വീട്ടിലേക്ക് പോയത്. പക്ഷേ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങാൻ എന്താണ് കാരണം? ആരാണ് കാരണം? അവൾ തന്നെയായിരുന്നു അതിന് കാരണം. ഇത് തന്നെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്. പിതൃഭവനത്തെ മറക്ക, അതായത് ജഡീക ജീവിതത്തെ മറക്കുക എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ പാപ ജീവിതത്തെ മറക്കണം. ജഡീകമായ പ്രവൃത്തികളെല്ലാം നശിക്കണം. അങ്ങനെ നശിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് പറയുന്നത്, ജഡീക പ്രവൃത്തികൾ നശിച്ചാലല്ലാതെ ആത്മീയ പ്രവൃത്തികൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇതാണ് ആ മകളുടെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ച ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലായാലും ഈ ജഡീക പ്രവൃത്തികൾ, അതായത് ആദ്യത്തെ ജീവിതം, പിതൃഭവനത്തിലുള്ള ജീവിതം, ജഡീകമായ ജീവിതം നശിക്കേണ്ടതാണ്, മറക്കേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ചാലേ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഫലം വെളിപ്പെടുകയുള്ളൂ. രണ്ടാമതായി, അവൾ ഭർത്താവിനോടൊപ്പം ആ വീട്ടിലേക്ക് പോയില്ലേ? എങ്ങനെയാണ് അവൾ പോയത്? ഒരു മാനസാന്തരപ്പെടലോടുകൂടി, തന്റെ പാപത്തിനായി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത്. ഇനി അവൾ ആ തെറ്റ് ആവർത്തിക്കുമോ? ആവർത്തിക്കുകയില്ല. നമുക്കൊരു മണവാളനുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ, നമ്മുടെ ജഡീക പ്രവൃത്തികൾ നശിക്കുവാൻ നമുക്കൊരു മണവാളനുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി അവൻ ബലിയായി. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ശാപങ്ങളെയും ക്ഷമിക്കുന്നതിനായി അവൻ കുരിശിൽ ബലിയർപ്പിച്ച് ജീവത്യാഗം ചെയ്തവനാണ്. ഇന്ന് നാം എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജഡീക പ്രവൃത്തികളെല്ലാം വെളിപ്പെടുത്തി നാം ഒരു പാപപങ്കിലമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിലും മണവാളനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് എങ്ങനെയാണോ ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചത്,
അതേപോലെ കർത്താവിന്റെ പാദങ്ങളിൽ വീണ്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ, എന്റെ ഹൃദയത്തിൽ വരണേ, അങ്ങയുടെ രക്തം കൊണ്ടെന്നെ കഴുകണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ മണവാളനായ യേശു, നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത യേശു നമ്മെ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കുകയില്ല. കർത്താവ് അവന്റെ മക്കളായി നമ്മളെ സ്വീകരിക്കും. സന്തോഷത്തോടെ എങ്ങനെയാണോ ആ ഭർത്താവിനോടൊപ്പം അവൾ പോയത്, അതേപോലെ യേശുവിന്റെ കൂടെ വീണ്ടും നാം ജീവിക്കുന്ന ഒരു ജീവിതമില്ലേ? അതാണ് മഹത്വമുള്ള ജീവിതം, പുണ്യം നിറഞ്ഞ ജീവിതം, മധുരമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, യേശുവിനോടൊപ്പം ജീവിക്കുന്ന ജീവിതം. അതിനാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പഴയ ജീവിതം, ആദ്യത്തെ ജീവിതം, ജഡീക ജീവിതം, പിതൃഭവനത്തിലെ ജീവിതം മറന്നിട്ട് ആ ഉന്നതമായ മധുരമുള്ള മണവാളനുമായിട്ടുള്ള ജീവിതം ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമായിരിക്കും എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. അതാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഇന്ന് നിങ്ങളും ഏതെങ്കിലും ഒരു പാപം കാരണം അടിമത്തത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവിൽ ശരണം പ്രാപിക്കുക. യേശു നിങ്ങളെ വിളിക്കുകയാണ്. അവന്റെ പാദങ്ങളിൽ വീണ് ഒരേ ഒരു വാക്ക് പറയുക, യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണേ എന്ന് അപേക്ഷിക്കുക. അവൻ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദുഃഖത്തോടെ ഭാരം ചുമക്കുന്നോരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നു. എന്തിനാണ് ദുഃഖം? എന്തിനാണ് കഷ്ടപ്പാട്? എന്തിനാണ് ഈ പോരാട്ടം? കർത്താവിൽ ശരണം പ്രാപിക്കുക. യേശുവിനോടൊപ്പമുള്ള ജീവിതമാണ് ഒരു മധുരമുള്ള ജീവിതം. നമുക്കിപ്പോൾ കണ്ണുകൾ അടച്ച് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം, സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ മനോഹരമായ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കായും ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ പിതൃഭവനത്തെ മറക്ക എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അബ്രാമിനോട് അങ്ങ് പറഞ്ഞില്ലേ, യേശുവേ, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തിലേക്ക് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നങ്ങ് പറഞ്ഞില്ലേ? ഇപ്പോൾ ഇതാ അങ്ങയുടെ മക്കളെ അതുപോലുള്ള ഉന്നതമായ ഒരു വിളിക്കായി നിങ്ങൾ വിളിച്ച് അവരെ അനുഗ്രഹിക്കാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയല്ലേ അങ്ങയുടെ മക്കളോട് ഈ വചനങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവേ? ഇന്ന് ആ പഴയ ജീവിതം, ആദ്യത്തെ ജീവിതം, ജഡീക ജീവിതം, ആ പ്രവൃത്തികളെല്ലാം അങ്ങയുടെ മക്കളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആ ദുഷ്ടപ്രവൃത്തികളെല്ലാം നശിക്കട്ടെ. ആ ജഡീക പ്രവൃത്തികൾ നശിക്കട്ടെ. കർത്താവെ, ആത്മാവിന്റെ ഫലം അങ്ങയുടെ മക്കളിൽ പ്രതിഫലിക്കട്ടെ. ആരൊക്കെ വന്ന് കാൽവരി കുരിശിനു മുൻപിൽ, ആ മണവാളന് മുന്നിൽ വന്ന്, കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ, എന്റെ ജഡീക പ്രവൃത്തികളെ ക്ഷമിക്കണമേ, എനിക്കിനി അത് വേണ്ട എന്ന് സ്വയം സമർപ്പിക്കുന്നുവോ, അവരെയെല്ലാം അങ്ങ് സ്വീകരിക്കണമേ. അവരെയെല്ലാം അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. അങ്ങ് അവരുടെ കൂടെ നിന്ന് വഴി നയിക്കണേ കർത്താവേ. അങ്ങയുടെ മക്കളെ ഇതാ അങ്ങയെ ഏൽപ്പിക്കുന്നു. അങ്ങ് ചുമതല ഏറ്റെടുത്തതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് ഞങ്ങൾക്ക് ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി നിങ്ങൾ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.